ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം ബിനീഷ് കോടിയേരിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരുന്നത്. അദ്ദേഹം പറയുന്നത് ജെൻസിയിലുള്ള ആൾക്കാർ പോലും സഖാവ് വി എസ് അച്യുതാനന്ദന് യാത്രാമൊഴി ഏകാനായിട്ട് അങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇവരെന്തിനാ വരുന്നതെന്നാണ് ബിനീഷ് കോടിയേരി മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവർ വി എസ് അച്യുതാനന്ദൻ ആരാണെന്നോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്നോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നോ, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്നോ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഈ ജെൻസി വരുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതിനകത്ത് കണ്ടു, ഭരണഘടന എഴുതിയത് ആരാണെന്ന് ചോദിക്കുമ്പം മഹാത്മാഗാന്ധി, എന്തൊക്കെയോ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടു. അത്ര പോലും ഇപ്പോൾ ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞേക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അത്ര പോലും വിവരമില്ലാത്ത ആൾക്കാർ വിവരമില്ലാഞ്ഞിട്ടാണോ അതോ വിവരമില്ലെന്ന് ഈ റീച്ചിന് വേണ്ടിയിട്ട്, വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതോ ഇനി ഭരണഘടന എന്താണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഭരണഘടന എന്നുള്ള വാക്ക് ഇപ്പോൾ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ അറിയത്തുള്ളായിരിക്കും. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അതുപോലും അറിയാൻ വയ്യാത്ത ആൾക്കാരെ വി എസ് അച്യുതാനന്ദന് യാത്രാമൊഴി ഏകാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാടധികം പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ട്. ഒരുപാട് വി എസിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാടധികം ആൾക്കാർ അവിടെ ഉണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഫ്രീക്കന്മാരവിടെ വന്നേക്കില്ലേ, ഫ്രീക്കന്മാരോ ഫ്രീക്കത്തികളോ അവിടെ വന്നേക്കുന്നത് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം ഇതാണ്. ഭരണഘടന എഴുതിയ ആരാന്ന് പോലും അറിയാൻ വയ്യാത്ത ആൾക്കാർ വി എസ് ആരാണെന്ന് എങ്ങനെ അറിയാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് വർഷങ്ങളായിട്ട് മാറി നിൽക്കുകയാണ്. ഡെയിലി ഇപ്പോൾ ടി വിയിലും ഇപ്പോൾ പിണറായി വിജയൻ എല്ലാവർക്കും ഫേമസ് ആണ്. നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് കരുതിയാൽ പോലും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരാളാണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇവർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു അല്ലേ, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ കുറച്ച് നാളായിട്ട് മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം അസുഖം ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നത് കൊണ്ട്. അപ്പോൾ ഇതിൽ എത്ര പേർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന്, അദ്ദേഹം എന്താണെന്ന് അറിയാം എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് സഖാവ് വി എസ് അച്യുതാനന്ദന് കേരളം കണ്ട നല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായ അദ്ദേഹത്തിന് കണ്ണീർ പ്രണാമം.